Hi, welcome to my channel Mathematics Made Easy by Mary MJ. Here I am discussing SCRT Class 10 Chapter 2 Circles. We are continuing the chapter. Page number 54 exercise continue ചെയ്യാം. Page number 54. Question number 6. Draw a triangle. Draw a triangle of circumradius 3 centimeters and two of the angles 32.5 degree and 37.5 degree. So ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഒരു റഫ് ഫിഗർ നമുക്ക് ആദ്യം വരച്ച് നോക്കാം. സോ ഒരു സർക്കം റേഡിയസ് എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളിനെ അതിൻ്റെ പുറത്തൂടെ വരുന്ന സർക്കിളാണ് സർക്കം സർക്കിൾ. സോ അതിൻ്റെ റേഡിയസ്, ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് സർക്കം റേഡിയസ്. അതിൽ ഒരു ആംഗിള്, രണ്ട് ആംഗിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ്, ഒരു ആംഗിൾ 32.5 ഡിഗ്രിയും മറ്റേ ആംഗിൾ 37.5 ഡിഗ്രി ആംഗിളാണ്. സോ വി ഹാവ് ടു എങ്ങനെയാണ് ഇത് വരയ്ക്കുക? ഈ ഒരു കൺസ്ട്രക്ഷൻ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് നോക്കണം. ഹൗ മച്ച് വിൽ ബി ദ സെൻട്രൽ ആംഗിൾ? നമ്മൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ, സർക്കിളിലുള്ള കൺസ്ട്രക്ഷൻ ഇപ്പോൾ പഠിച്ചത് സെൻട്രൽ ആംഗിൾ വിൽ ബി ഡബിൾ ദ ആംഗിൾ ഇൻ ദി ഓൾട്ടർനേറ്റ് ആർക്ക്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിളിൻ്റെ ഡബിളാണ് സെൻട്രൽ ആംഗിളിൽ വരുന്നത്. അപ്പോൾ സെൻട്രൽ ആംഗിളിൽ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇതാണ് സെൻറ്റർ. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും വരച്ചു കഴിഞ്ഞാൽ ഈ 32.5 ഡബിളാണ് ഇവിടെ വരുന്നത്. സോ ദിസ് ആംഗിൾ വിൽ ബി 65. ഡബിൾ എന്ന് പറഞ്ഞാൽ 65 ഡിഗ്രിയാണ് ഈ ആംഗിൾ. അതേപോലെ തന്നെ ഇപ്പുറത്തെ ആംഗിൾ 37.5 വരണ്ടേ. അപ്പോൾ 37.5 ഇവിടെ വരണമെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ഇങ്ങോട്ട് വരയ്ക്കുക. സോ ഈ ആംഗിള് ഇതിൻ്റെ ഡബിളാണ് ഇവിടെ വരേണ്ടത്. സോ ദിസ് ആംഗിൾ ഷുഡ് ബി ഡബിൾ ഓഫ് 37.5. കാരണം എന്തുകൊണ്ടാണ്? ഇത് ലെറ്റ് ദിസ് ബി എ ബി സി ആൻഡ് ദിസ് പോയിന്റ് ഒ. ഇവിടുന്ന് നമ്മൾ എ ഒ സി ഇതിൻ്റെ ഡബിൾ ആണെങ്കിൽ നമുക്ക് ഇവിടെ 75 ആണ് വരിക. 37.5 എന്ന് പറഞ്ഞാൽ 75. സോ ഇതിൽ വരുന്ന വേറൊരു ആംഗിളാണ് ദിസ് ആംഗിൾ എ ബി സി ആൻഡ് എ ഒ ബി. എ ബി സി ഓൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന ആംഗിളും എ ഒ സി സെൻറ്ററിൽ വരുന്ന ആംഗിളും. അപ്പോൾ ഈ 37.5 ഡബിളാണ് 75 സെൻട്രൽ ആംഗിൾ വരിക. അപ്പോൾ ഇതുപോലെ ഒരു ഫിഗർ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾസ് ഒക്കെ കിട്ടി. ഒരു സെൻട്രൽ ആംഗിൾ 65ഉം ഒരു സെൻട്രൽ ആംഗിൾ 75ഉം ആണ്. സോ എങ്ങനെ ഇത് വരയ്ക്കും? ഫസ്റ്റ് 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ. വലുപ്പമുള്ള റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. എന്നിട്ടോ സെൻറ്ററിൽ നിന്ന് റേഡിയസ് ഇങ്ങ് മാർക്ക് ചെയ്തു. ഇതാണ് 3 സെൻറ്റിമീറ്റർ ലെങ്ത്ത്. മീൻസ് 3 സെൻറ്റിമീറ്റർ. ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ച 65 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾസ്. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ഇവിടെ പ്രൊട്രാക്ടറിൽ 65 ഡിഗ്രി മെഷർ എടുക്കുക. ചെറിയ ആംഗിളാണ് 65 ഡിഗ്രി. സോ ആഫ്റ്റർ ടേക്കിംഗ് 65 ഡിഗ്രി എടുത്തിട്ട് അതിവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അതേപോലെ നമ്മൾ 75 ഡിഗ്രിയും കൂടെ എടുക്കുക. ഇവിടുന്ന് 75 ഡിഗ്രിയും മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതൊന്ന് ഫിഗർ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഫിഗർ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ എൻഡ്സും ഇത് രണ്ടും ജോയിൻ ചെയ്തു.
അതേപോലെ ഇത് രണ്ടും ജോയിൻ ചെയ്തു, പിന്നെ ഇത് രണ്ടും ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ ഈ ആംഗിൾ 75 ഡിഗ്രി ആയിരുന്നു. ദിസ് ഇസ് O, ദിസ് ലെറ്റ് ഇറ്റ് ബി A, ഇത് ദിസ് ഇസ് B, ഇത് C, ഇത് A. ഇനി ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ AOB ഒരു സെൻട്രൽ ആംഗിൾ. അപ്പം എന്നും ബിന്നും വരുന്ന ആംഗിൾ വേറെ ഏത് ആംഗിളാണ്? ഇതിൻ്റെ പകുതിയായിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ACB. ഈ ആംഗിളാണ് അതിൻ്റെ പകുതിയായിട്ട് വരിക. കാരണം AOB അതിൻ്റെ സെൻട്രൽ ആംഗിളാണ്. ആംഗിൾ ഇൻ ദി ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. ഇതിൻ്റെ ഈ AOBയുടെ പകുതിയാണ് ACB. സോ ദിസ് ആംഗിൾ വിൽ ബി 32.5 ഡിഗ്രി. ഇതേപോലെ AOC എന്ന് പറഞ്ഞ ആംഗിൾ 75 ആണെങ്കിൽ ABC അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക. ദിസ് ആംഗിൾ ABC എന്ന് പറയുന്നത് ഈ ആംഗിൾ എത്രയാണ് വരിക? 75ൻ്റെ പകുതി, ദറ്റ് ഇസ് 37.5. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഫിഗർ, ആ പറഞ്ഞിരിക്കുന്ന കൺസ്ട്രക്ഷൻ. സോ ദിസ് വിൽ ബി ആൻ ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ ആയിട്ടാണ് വരുന്നത്. അതും ആ സർക്കിളിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ട്രയാങ്കിൾ വരുന്നത്. അതിൻ്റെ സെൻറ്ററിൻ്റെ അവിടെ ഒന്നും എത്തുന്നില്ല ഈ ട്രയാങ്കിൾ, കാരണം അത് ഒപ്റ്റ്യൂസ് ആണ്. ഇത് ഒരു വലിയ ആംഗിളായിട്ടാണ് വരിക. സോ ഹൗ മച്ച് വിൽ ബി ദിസ് ആംഗിൾ? ഈ ഒരു ട്രയാങ്കിളിൽ ടോട്ടൽ 180 ആണ്. 180 നിന്ന് 32.5-ഉം 37.5-ഉം കൂടെ ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഹൗ മച്ച് ഇസ് 32 + 37 ഇസ് 69. 69 + 1 70. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 110 ഡിഗ്രി. 180 - 70 110 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ഈ ആംഗിൾ A എന്ന് പറയുന്നത്, ഓർ ആംഗിൾ BAC. സോ ഇതൊരു ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ വരുന്നത് സെൻറ്ററിൻ്റെയും ഇപ്പുറത്തേക്കായിട്ട് ഇങ്ങനെ വലിയൊരു ഒപ്റ്റ്യൂസ് ട്രയാങ്കിളായിട്ടാണ്. ഒരു സൈഡിലാണ് വരും ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾസ് ഒക്കെ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സെൻട്രൽ ആംഗിൾ AOBയും അപ്പോൾ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ ACBയും ആണ്. ഇപ്പോൾ ACB പകുതിയായിരിക്കും. അപ്പോൾ ഇതാണ് ആ കൺസ്ട്രക്ഷൻ. ഇനി അതിലുള്ള 7th ക്വസ്റ്റ്യൻ. Question number 7. In the picture, AB and CD are perpendicular chords of the circle. ഇതിൽ ABയും CDയും പെർപെൻഡിക്കുലർ കോർഡ്സ് ആണ്. പ്രൂവ് ദാറ്റ് ദി ആർക്സ് APC എന്ന് പറയുന്ന ആർക്ക്, ഇതാണ് ആർക്ക് APC ആൻഡ് BQD ജോയിൻഡ് ടുഗെദർ. ഇത് രണ്ടും കൂടെ, ഈ BQD എന്ന് പറഞ്ഞ ആർക്കും APC എന്ന് പറയുന്ന ആർക്കും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഹാഫ് ദ സർക്കിൾ, അതായത് ഒരു സെമി സർക്കിൾ കിട്ടുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. BQDയും APCയും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു സെമി സർക്കിളാണെന്ന് പ്രൂവ് ചെയ്യണം. സോ അതൊരു സെമി സർക്കിളാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾസ്, ഈ APCയുടെ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും ഇപ്പുറത്തെ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 ആയിരിക്കണം. അപ്പോഴാണ് അത് എന്താവുക? സെമി സർക്കിൾ ആവുക. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾസ് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾസിന് നമുക്കത് ജോയിൻ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. അതേപോലെ സിന്ന് ഇവിടേക്കും ജോയിൻ ചെയ്യാം. ആൻഡ് ആ പോയിന്റ് നമുക്ക് O ആയിട്ട് കൊടുക്കാം. So AOC is the central angle of arc APC. Same way BOD, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ച് കഴിയുമ്പോൾ BOD, ഈ ആംഗിളാണ് BOD. അപ്പോൾ BOD will be the central angle of arc BQD. BQDയുടെ സെൻട്രൽ ആംഗിളാണ് BOD. അതേപോലെ ആർക്ക് APCയുടെ സെൻട്രൽ ആംഗിളാണ് AOC. ഇനി നമ്മൾക്ക് ഈ സെൻട്രൽ ആംഗിൾ, ലെറ്റ് ദിസ് സെൻട്രൽ ആംഗിൾ ബി 2x ആൻഡ് ലെറ്റ് ദിസ് ബി 2y. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? 2x + 2y ഇസ് ഈക്വൽ ടു 180 എന്ന് പ്രൂവ് ചെയ്താൽ ഈ രണ്ട് ആർക്കും കൂടെ
യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെമി സർക്കിളാന്ന് കിട്ടും. സോ ഈ 2xും 2yയും കൂടെ ആഡ് ചെയ്യണം, അപ്പോൾ 180 കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മളിവിടെ ചെയ്യണം? ഐ ഹാവ് ടു ജോയിൻ, ഈ രണ്ടെണ്ണം കൂടെ നമ്മൾ ജോയിൻ ചെയ്യാം. ഈ എയും ഡിയും കൂടെ ജോയിൻ ചെയ്യാം. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇതിനൊരു പോയിന്റിന് ലെറ്റ് ഇറ്റ് ബി എം, ഈ പോയിന്റ് എം. എ എം ഡി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ലെറ്റ് ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു 2x ആൻഡ് ആംഗിൾ ബി ഒ ഡി ഇസ് ഈക്വൽ ടു 2y. അപ്പോൾ സെൻട്രൽ ആംഗിൾ എ ഒ സി ആണെങ്കിൽ ആംഗിൾ ഇൻ ദി ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത് എ ഡി സി ആണ്. ഉണ്ടോ? ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എ ഒ സി ആണ്. ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഇസ് എ ഡി സി. അതേ പോയിന്റിൽ നിങ്ങൾ നോക്കേണ്ടത് സെയിം പോയിന്റിലാണ് വരുന്നത്, എ ഒ സി ആൻഡ് ഹിയർ ഇറ്റ് ഇസ് എ ഡി സി. സോ ഇഫ് ദിസ് ഇസ് 2x then this angle will be x, പകുതി ആയിരിക്കും. സോ ആംഗിൾ എ ഡി സി is equal to x because angle in the alternate arc is half of the central angle. അപ്പോൾ ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ് ആംഗിൾ ഇൻ ദി ഓൾട്ടർനേറ്റ് ആർക്ക്. സെയിം വേ ആംഗിൾ ബി ഒ ഡി നമ്മൾ 2y ആയിട്ട് എടുത്തു. സോ ആംഗിൾ ഇൻ ദി ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത് ബി ഒ ഡി, ഇവിടുന്ന് ബി ഒ ഡിന്ന് ബി എ ഡി ഉണ്ടോ. ആംഗിൾ ഇൻ ദി ഓൾട്ടർനേറ്റ് ആർക്ക് ബി എ ഡി, ഈ ആംഗിളാണ് ഓൾട്ടർനേറ്റ് ആർക്കിലുള്ളത്. സോ ഇവിടെ 2y ആവുമ്പോൾ ഇവിടെ y ആയിരിക്കും. സോ ആംഗിൾ BAD is equal to y because of the same reason. അപ്പോൾ ഇവിടെ എക്സും കിട്ടി, ഇവിടെ വൈയും കിട്ടി. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ എ എം ഡി, ആ ചെറിയ ട്രയാങ്കിൾ, ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ എ എം ഡി. സോ വാട്ട് ഹാപ്പൻഡ്? എ എം ഡിയിൽ ഒരു ആംഗിൾ 90 ആണ്. ആംഗിൾ എ എം ഡി ഈസ് ഈക്വൽ ടു 90. ആംഗിൾ എ എം ഡി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഒരു ആംഗിൾ 90 ആണെങ്കിൽ ബാക്കിയുള്ള രണ്ട് ആംഗിൾസ് കൂടെ കൂട്ടിയാൽ 90 ആയിരിക്കും. വാട്ട് ഈസ് ദ റീസൺ? ഒരു ട്രയാങ്കിളിൽ ടോട്ടൽ ആംഗിൾ സമ്മ് 180 ആയതുകൊണ്ട് ഇഫ് വൺ ആംഗിൾ ഇസ് 90 then other two angles sum also will be 90, that is x plus y also will be equal to 90. അപ്പോൾ ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 90 ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 90 ആണെങ്കിൽ അതിനെ ഒന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്താവും? ഇറ്റ് വിൽ ബി 2 ഇൻറ്റു 90. ആൻഡ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ മീൻസ് ഇറ്റ് ഇസ് 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 90 മീൻസ് ഇറ്റ് ഇസ് 180. സോ എന്ത് കിട്ടി നമുക്ക്? 2x പ്ലസ് 2y എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻട്രൽ ആംഗിൾസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആണെന്ന് കിട്ടി. Therefore ആർക്ക് എ പി സി പ്ലസ് arc BQD forms a semicircle. അങ്ങനെയാണ് അതൊരു സെമി സർക്കിൾ ആണ് പ്രൂവ് ചെയ്യുന്നത്. സെൻട്രൽ ആംഗിൾസിൻ്റെ സമ്മ് 180 ആണെങ്കിൽ ഇറ്റ് ഫോംസ് എ സെമി സർക്കിൾ. സോ ദാറ്റ് ഈസ് അബൌട്ട്, അതാണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. In the picture ABCD are points on a circle centered at O. O സെൻറ്റർ ആയിട്ടുള്ള ഒരു ഫിഗറാണത്. The lines AC and BD are extended to meet at P. Lines AC is extended to meet at P. BD also extended to meet at P. The lines AD and BC intersect at Q. Prove that the angle which the smaller arc AB makes at O is the sum of the angles it makes at P and Q. So നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താ?
Prove that the angle which the small r KB, ഇതാണ് small r KB, makes at P and Q, Pയിലും Qയിലും makes at O, ഈ ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയാണ് ഈ രണ്ടും കൂടെ സം ചെയ്താലും കിട്ടുന്നത്. അതായത് ഈ ആംഗിളും കൂടെ സം ചെയ്താൽ കിട്ടുന്ന ആംഗിൾ ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, കാണിക്കേണ്ടത്. സോ സം ഓഫ് ദ ആംഗിൾസ് അറ്റ് P ആൻഡ് Q വിൽ ബി ഈക്വൽ ടു ആംഗിൾ AOB. That is what you have to prove. സോ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? AB എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ, if I am joining this A and B, we can see that ACB is the same as ADB. അത് രണ്ടും ഈക്വൽ ആംഗിൾസ് ആണ്. ഈ ആംഗിളും ആൻഡ് രണ്ട് ആംഗിൾസ് ഉണ്ട് ഇവിടെ. ആംഗിൾ ACB ആൻഡ് ADB ആർ സെയിം. സോ ഇഫ് ദിസ് ഇസ് എക്സ്, ലെറ്റ് ദിസ് ഓൾസോ ബി എക്സ്. ഇത് രണ്ടും ഈക്വൽ ആംഗിൾസ് ആണ്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം. സോ നമ്മൾ എഴുതേണ്ട പ്രൂഫിൽ എന്തൊക്കെ വരണം? ആംഗിൾ ACB is equal to ആംഗിൾ ADB is equal to x. ബ്രാക്കറ്റിൽ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. Angles in the same segment are equal. So ഇവിടെ എക്സും ഇവിടെ എക്സും ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 2x. സോ ആംഗിൾ AOB is equal to 2x. അതെങ്ങനെയാണ് അവിടെ 2x വരാൻ കാരണം? സെൻട്രൽ ആംഗിൾ വിൽ ബി ഡബിൾ. സെൻട്രൽ ആംഗിൾ വിൽ ബി double the angle in the alternate arc. In the alternate arc. അപ്പോൾ ഇതിൻ്റെ ഡബിളാണ് ഇവിടെ വരുന്നത്. ഇനി എന്താ നെക്സ്റ്റ് പറയേണ്ടത്? നെക്സ്റ്റ് ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. ACP, AC എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക പിയിലേക്ക്. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ദർ? ACP is a straight line. ACP is a straight line. So how much will be angle PCQ? അപ്പോൾ angle PCQ എന്താണ്? PCQ is equal to 180 minus x. ടോട്ടൽ ആംഗിൾ സം, ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ 180 ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഒരു ആംഗിൾ x ആണെങ്കിൽ this angle will be 180 minus x. സെയിം വേ ഇവിടെ x ആയതുകൊണ്ട് ഇപ്പുറത്തെ ആംഗിൾ അഗെയിൻ ഇറ്റ് ഈസ് 180 minus x. സോ ആംഗിൾ PDQ is also equal to 180 minus x because linear pair. ഇനി നമുക്ക് ആംഗിൾ പിയും ഈ രണ്ട് ആംഗിൾ സമ്മാണ് കാണേണ്ടത്. സം ഓഫ് ദ ആംഗിൾസ് വിച്ച് മേക്ക് എറ്റ് പി ആൻഡ് ക്യൂ. സോ ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. PCQD is a quadrilateral. PCQD is a quadrilateral. ഒരു ക്വാഡ്രിലാറ്ററലിൽ സം ഓഫ് ദ ആംഗിൾസ് ഈക്വൽ ടു 360. Therefore, sum of its angles is 360. എല്ലാ ആംഗിൾസിൻ്റെയും കൂടെ സം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360. ഈ ക്വാഡ്രിലാറ്ററലിൽ, ഏത് ക്വാഡ്രിലാറ്ററലിലും ടോട്ടൽ സമ്മ് 360 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 360 ആണ്. സോ ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ എന്ന് പറയാൻ പറ്റില്ല, ദറ്റ് ഈസ് ആംഗിൾ CQD. ആംഗിൾ CQD പ്ലസ് 180 minus x പ്ലസ് 180 minus x ഈക്വൽ ടു 360. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ആണ്. സോ ആംഗിൾ P പ്ലസ് ആംഗിൾ CQD is equal to 360 മൈനസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. സോ 180 പ്ലസ് 180 360
മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് 2x. അതിനെയും കൂടെ ഇപ്പുറത്തേക്ക് ഇടാം. സോ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 360 മൈനസ് 360 ക്യാൻസൽ ആവും, മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2x ആവും. അപ്പോൾ എന്ത് കിട്ടി? ആംഗിൾ പി പ്ലസ് ആംഗിൾ സി ക്യു ഡി, ആംഗിൾ പി പ്ലസ് ആംഗിൾ സി ക്യു ഡി, ഈ രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് നമുക്ക് എന്താ കിട്ടിയ 2x, വിച്ച് ഇസ് എ സെൻട്രൽ ആംഗിൾ. ആ മൈനർ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 2x. അതുതന്നെയാണ് ആംഗിൾ പിൻ്റെയും ആംഗിൾ ക്യൂവിൻ്റെയും സമ്മായിട്ട് കിട്ടിയത്. ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. So it is equal to 2x, which is the central angle of the minor arc of AB. So അത്രയായിരുന്നു ആ എക്സസൈസിൽ ഉണ്ടായിരുന്നത്. റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കുക. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.